വിഷാദം എന്ന വികാരം, വിഷാദം എന്ന രോഗം, ഇത് രണ്ടും വ്യത്യസ്തമാണ്. വിഷാദം എന്ന വികാരം അതൊരു ദുഃഖാവസ്ഥയാണ്. എന്നാൽ വിഷാദം എന്ന രോഗം അതല്ല. യഥാർത്ഥ വിഷാദ രോഗം തിരിച്ചറിയുകയും അത് ചികിത്സിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം വിഷാദരോഗം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു, അത് ചികിത്സിക്കപ്പെടാതെ പോകുന്നു. കടുത്ത വിഷാദരോഗത്തിന് അടിമയായവർ പോലും അത് തിരിച്ചറിയാതെ, അത് ചികിത്സിക്കാതെ ജീവിതം ഒരു വലിയ ഭാരമായിട്ട് മരിച്ചു ജീവിക്കുന്നവർ ധാരാളമുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യയിലും അമിതമായ മദ്യപാനത്തിലും അഭയം തേടുന്നവരും ധാരാളമുണ്ട്. അതിനാൽ തന്നെ ഈ വിഷാദമെന്ന രോഗം തിരിച്ചറിയുകയും അതിന് ശരിയായ ചികിത്സ നേടുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കടുത്ത വിഷാദാവസ്ഥ, അതൊരു വിഷാദ രോഗം, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതൊരു ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ്. വിവരിക്കാൻ കഴിയാത്തത്ര ഭീകരമാണത്. അത് അനുഭവിക്കുന്നവർക്കേ അതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുകയുള്ളൂ. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, വളരെ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ, ഭയങ്കരമായിട്ടുള്ള ദുഃഖം, ഭയങ്കരമായിട്ടുള്ള നിരാശ, മനക്ലേശങ്ങൾ, അകാരണമായിട്ടുള്ള വികലമായ ചിന്തകൾ, ഉറക്കമില്ലായ്മ, ക്ഷീണം, തന്നെ ഒന്നിനും കൊള്ളില്ലെന്ന ഒരു ചിന്ത, സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്നൊരവസ്ഥ, തന്നെ ഒന്നിനും കൊള്ളാതെ താൻ എന്തിനു ജീവിക്കണം എന്നുള്ള ചിന്ത, ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്ത. ആത്മഹത്യ ചെയ്യുന്നവരിൽ 75% വിഷാദരോഗികളാണെന്ന് പഠനങ്ങൾ പറയുന്നു. വിഷാദരോഗം ഉണ്ടോ എന്നറിയാൻ വിഷാദരോഗത്തിന് മുഖ്യമായ 3 ലക്ഷണങ്ങളുണ്ട്. അവയുണ്ടെങ്കിൽ വിഷാദരോഗമുണ്ടോ എന്ന് സംശയിക്കാം. ഒന്നാമത്തേത്, സ്ഥായിയായ ദുഃഖാവസ്ഥ, എപ്പോഴും ഒരു ദുഃഖാവസ്ഥ, ദിവസത്തിൽ ഭൂരിഭാഗ സമയവും ഒരു ദുഃഖാവസ്ഥ. അതുമാത്രമല്ല, അത് 2 ആഴ്ചയിലേറെ നീണ്ടു നിൽക്കുന്ന, 2 ആഴ്ച കഴിഞ്ഞിട്ടും മാറാത്ത നീണ്ടു നിൽക്കുന്ന ദുഃഖാവസ്ഥ. അങ്ങനെയുണ്ടെങ്കിൽ വിഷാദരോഗാവസ്ഥയാവാം. രണ്ടാമത്തേത്, മുമ്പ് നമുക്ക് ചെയ്യാൻ വളരെ താല്പര്യമുണ്ടായിരുന്ന കാര്യങ്ങൾ, സന്തോഷം കണ്ടെത്തിയിരുന്ന കാര്യങ്ങൾ, അത് ഇപ്പോൾ ചെയ്യാൻ തീരെ താല്പര്യമില്ലാത്തൊരവസ്ഥ, അതിലൊന്നും സന്തോഷം കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥ. ഇതുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത്, തീരെ ഉത്സാഹമില്ലാത്തൊരവസ്ഥ, വളരെയധികം ക്ഷീണം അനുഭവപ്പെടുന്ന അവസ്ഥ. ഇങ്ങനെ 3 ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷാദരോഗം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കടുത്ത വിഷാദത്തിന് മരുന്ന് ചികിത്സ അത്യാവശ്യമാണ്. ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുകയും ചികിത്സിക്കുകയും വേണം. അതോടുകൂടി തന്നെ സൈക്കോതെറാപ്പി മുതലായിട്ടുള്ള മറ്റു മരുന്നില്ലാത്ത ചികിത്സകളും അതിൻ്റെ കൂടെ വളരെ നല്ലതാണ്. എന്നാൽ നേരിയ വിഷാദത്തിന്, അത്ര കടുത്തതല്ലാത്ത വിഷാദത്തിന് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുകയും ചികിത്സിക്കുകയും അത്യാവശ്യമാണ്. മരുന്നില്ലാത്ത ചികിത്സ, സൈക്കോതെറാപ്പി, കൊഗ്നേറ്റീവ് തെറാപ്പി മുതലായിട്ടുള്ള തെറാപ്പികൾ കൊണ്ട് അത് സുഖപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ നമ്മൾ പരിചയസമ്പന്നരായിട്ടുള്ള, നമുക്ക് വിഷാദമുണ്ടെന്ന് നമുക്ക് തോന്നിയാൽ പരിചയസമ്പന്നരായിട്ടുള്ള സൈക്യാട്രിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കാണുകയും ചികിത്സിക്കുകയും ചെയ്യാൻ നമ്മൾ ഒരിക്കലും മടിക്കരുത്. താങ്ക് യു.